പ്രകോപനമില്ലാതെ സൈനികർക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് ഹമാസ്. ഭീകരരെ വധിച്ച ഇസ്രായേൽ സൈന്യം. റഫ അതിർത്തി മേഖലയിലെ ടണലിൽ ഒളിച്ചിരുന്ന ഭീകരരാണ് ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തത്. ഈ അടുത്ത ദിവസങ്ങളിലായി നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെടുകയും ഇസ്രായേൽ സേനയുടെ പിടിയിലാകുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, 4 ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. ഗോപിക, തീർച്ചയായും റഫ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഒരു ടണലിൽ ഒളിച്ചിരുന്ന 4 ഹമാസ് ഭീകരരെയാണ് സൈന്യം വധിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ IDF തന്നെ, അതായത് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ അറിയിക്കുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 40ഓളം പേർ ഇത്തരത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലായി ഹമാസ് ഭീകരർ ഈ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പിടിയിലാകുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യം വീണ്ടും അവിടെ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് റഫ മേഖലയിലാണ്. റഫ മേഖല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഏറെ ഗൗരവമുള്ളത് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ അതിർത്തി വഴി നിരവധിയായ സഹായങ്ങളും സംവിധാനങ്ങളും കടന്നു വരികയും സ്വാഭാവികമായും അവിടേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഈജിപ്തിലേക്ക് പലായനം ചെയ്തവർ തിരിച്ചു വരുന്ന സാഹചര്യമെല്ലാം ഉള്ള ഒരു ഇടനാഴിയിലേക്കും അടുത്താണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതൊരു ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെയാണ് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പെട്ടെന്ന് സൈന്യം പട്രോളിംഗ് നടത്തുന്നതിനിടെ സൈന്യത്തിനെതിരെ ആക്രമിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടവരെ ഉടൻ തന്നെ വെടിവെച്ചിടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ തുടർന്നും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും ഉണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. നേരത്തെയും സമാന രീതിയിലുള്ള പ്രതിഷേധ ആക്രമണങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്തരം പ്രതികരണങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. തീർച്ചയായും ഇത് തുടർച്ചയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയേണ്ടത് ഈ അന്താരാഷ്ട്ര സ്ഥിരതാ സേന, അതായത് ഗാസയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ വിന്യാസത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യൻ സേനയെ വിന്യസിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെ സമാനമായ അത്തരത്തിലുള്ള സൂചനകളും വിശദീകരണങ്ങളും എല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, അതായത് ഇസ്രായേൽ സേനയ്ക്ക് നേരെ നടക്കുന്ന സ്വാഭാവികമായും ആ ഒരു സമാധാന പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായും ആ ഇടക്കാലത്തിനിടെ അവിടെ തുടരുന്ന സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം തുടരുന്നത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ 2ാം ഘട്ടത്തിലേക്ക് സമാധാന ചർച്ചകൾ കടക്കുകയും അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി സ്റ്റെബിലിറ്റി സേന അല്ലെങ്കിൽ സ്ഥിരതാ സേനയെ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു പ്രതികരണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.